ഹലോ പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സമയം ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ചിട്ടില്ല. രാത്രി 10 മണി കഴിഞ്ഞ് 11 മണിയോടെ അടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഫുഡിനുള്ളൊരു സംഗതി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ കൂടിയാണ്. ചുമ്മാ ഒരു രസം. അപ്പോൾ നിങ്ങളിത് ഫുള്ള് കാണുക. രസം മാത്രമല്ല, ഇത് കൂടെ കാണുക. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് കിട്ടും. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൂടി ഒന്ന് കണ്ടു നോക്കുക. ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ പ്ലീസ് സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിച്ച് കൂടുക. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് സപ്പോർട്ട് ചെയ്യുക. അതാണ്. നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതിനെക്കുറിച്ച് ഒരു കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മളൊരു ചെറിയ സാധനം നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ചോളത്തിൻ്റെ കമ്പം. ഇത് ഇങ്ങനെ ആവും. നമുക്കിത് എന്താ സംഗതിയാണ് നമുക്ക് നോക്കാം. ബോൺ ഫ്രൈ ഇറ്റ് കണ്ടോ. ബൂൺ ബട്ടൂര പാക്കറ്റ് തുറന്ന് 4 മുറിച്ച് പൊരിച്ചെടുക്കുക എന്ന് പറയുന്നത് കണ്ടോ. സെയിം ചപ്പാത്തി അല്ലേ, ചപ്പാത്തിക്ക് തുല്യം. അപ്പോൾ ഇതിനെക്കുറിച്ച് എത്രത്തോളം ഇതെന്താ സംഭവം എന്ന് നമുക്ക് നോക്കാം. പൊരിച്ചെടുക്കേണ്ട സാധനം കേട്ടോ. ഇപ്പോൾ രാത്രി 11 മണിയാണ് സമയം. അപ്പോൾ നമ്മളിത് എണ്ണയിൽ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എണ്ണയിലിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. ഭൂരി, സെയിം ഭൂരി. പക്ഷെ അത് ചോളത്തിൻ്റെ സാധനമാണ്, കമ്പം. അപ്പോൾ അത് 4 കട്ട് ചെയ്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് നമുക്ക് പൊരിച്ചെടുക്കാം. സംഭവം ഇത് കണ്ടിട്ട് എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നറിയില്ല. കഴിച്ച് നോക്കാം നമുക്ക് കേട്ടോ. ഇപ്പോൾ രാത്രി സമയം 11 മണി കഴിഞ്ഞു. ഞാൻ മാങ്ങ ഒക്കെ വിറ്റ് വന്നപ്പോൾ ഇത് ഇന്ന് തന്നെ പൊരിച്ച് കഴിക്കാൻ തീരുമാനിച്ചു. ഇന്ന് പകലാണ്, രാവിലെ നമുക്ക് ഈ സാധനം കിട്ടിയത്. നമ്മൾ സുഹൃത്ത് കൊണ്ടുവന്നതാണ്. സുഹൃത്ത് ഇതിനെ നമ്മുടെ കരുവാരകുണ്ട് മേഖലയിൽ മൊത്തം നമ്മൾ സുഹൃത്താണ് ഇത് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ കടകളിലൊക്കെ ഇറക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയില്ല. നമുക്ക് നോക്കാം. സമയം 11 മണി. അപ്പോൾ നമ്മളെ പരിപാടി എന്താ കണ്ടോളി. നമ്മളൊക്കെ ഏകദേശം ഉറങ്ങാനായില്ലേ. കുറേ ആളുകൾ ഉറങ്ങിയിട്ടുണ്ടാവും, കുറേ ആളുകൾ ഉറങ്ങാൻ തുടങ്ങുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സാധനം കഴിക്കാനുള്ള തീരുമാനമാണ്. ഇതാണ് പൂരി, സെയിം പൂരി. ചപ്പാത്തി കണ്ടാത്തൊന്നും ചപ്പാത്തിയാന്ന് തോന്നും, പക്ഷെ അത് പൊരിച്ചെടുത്താൽ സെയിം പൂരി. ഇതിന് ടേസ്റ്റ് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിക്ക് കടലക്കറി ഉണ്ട്, ദാൽക്കറി ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ഇത് ഉപയോഗിക്കാം. ചിക്കന്, ബീഫ് എല്ലാം സെറ്റാകാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയില്ല. നമ്മളെ ചങ്ക് സുഹൃത്തിൻ്റെ കെയർ ഓഫിൽ വന്ന സാധനമാണ്. ഇത് തമിഴ്നാടാണ് എന്നുള്ളതാണ് എൻ്റെ സംശയം. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഇനി അവനോട് ചോദിച്ചിട്ടൊക്കെ വേണം. ഞാൻ അപ്പോൾ രാത്രി ഇത് കണ്ടപ്പോൾ ഒരു ആവേശത്തിലൊരു വീഡിയോ എടുത്ത് അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് കഴിക്കാനിരിക്കാം കേട്ടോ. ഇനി ഇതാണ് സാധനം കേട്ടോ. ഇത് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം, ടേസ്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിക്ക് കടലക്കറി ഉണ്ട്, നല്ല കടലും കിഴങ്ങൊക്കെ നല്ല റോസ്റ്റ് കറി ഉണ്ട്. കുറുന്നാനുള്ള നല്ല അടിപൊളി കടലക്കറി ഉണ്ട്. ദാൽക്കറി വേറെ ഉണ്ട് കേട്ടോ. അവിടെ അടുത്തുള്ള നല്ല സോഫ്റ്റാണ് ഈ സാധനം. ഇത് ചോളത്തിൻ്റെതാണ് പറയണത്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോട്ടീസ്. സാധനം പൊളിയാണ്. കാരണം വെച്ചാൽ നമ്മളെ മൈദയിട്ടുണ്ടാക്കണ ആ ഭൂരി മാതിരിയല്ല, അത്രയൊക്കെ സോഫ്റ്റാണ് ഈ സാധനം. സോഫ്റ്റാണ്. അങ്ങനെ കൊട്ടച്ച് ബലം വെക്കൂല. നല്ല മസാല അടിപൊളിട്ടോ. ഭയങ്കര എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചങ്ക് സുഹൃത്താണ് ഇതൊക്കെ ഇവിടെ ഈ കരുവാരണ്ട് ഭാഗത്തൊക്കെ സെയിൽ ചെയ്യുന്നത്. അവൻ്റെ കുറഫിൽ വേറെ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സാധനം സെയിൽ ചെയ്യാൻ കിട്ടും. വേണമെങ്കിൽ ലേഡീസിന് സെയിൽ ചെയ്യാൻ പറ്റും, യുവാക്കൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും.
ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ആ ക്വാണ്ടിറ്റി വിറ്റ് കഴിഞ്ഞാൽ ഒരു 750-800 രൂപ കൂലി വെക്കും. ചെറിയ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇതിന് ഞാൻ കൂടുതൽ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ലട്ടെ, ഇതിൻ്റെ ഒരു ആവശ്യം കൊണ്ട്, ഇത് രസം കൊണ്ട് ചെയ്തതാണ് ഈ വീഡിയോ. സംഭവം അടിപൊളി രസമാണ്, ടേസ്റ്റാണോ കഴിക്കാൻ. നമുക്ക് കരിമുരി അല്ല, തിന്നാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സാധനം. ഇത് നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ച് കഴിക്കാൻ പറ്റും, കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഭാവിയിൽ ഇത് എന്താണെന്നറിയില്ല. ഇപ്പോൾ നിലവിൽ സൂപ്പറാണ്. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്, ആദ്യമായിട്ട് കഴിക്കുകയാണ്. ഞാൻ കടയിലൊന്നും ഈ സാധനം കണ്ടിട്ടില്ല, ഇനി എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഇത് നമ്മുടെ ചങ്ക് സുഹൃത്ത് കരുവാൻ്റെ ഭാഗത്ത് ഇപ്പോൾ എത്തിക്കുന്നുണ്ട്. അങ്ങനത്തെ വിവരങ്ങളൊക്കെ എൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഓക്കെ.